ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എന്താ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നല്ലേ എല്ലാവരും ആലോചിക്കുന്നത്. ഇന്ന് നമുക്ക് സെയിൽ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കുറേ വീഡിയോസ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വാട്സപ്പിൽ വരുന്ന കുറേയേറെ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ചെറിയ റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ആയാലും നമ്മുടെ വ്യൂവേഴ്സ് ആയാലും സ്ഥിരം നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന വ്യൂവേഴ്സ് ആയാലും നമ്മളെ കാണാതായിരിക്കുമ്പോഴത്തേക്ക് തിരക്കുന്നുണ്ട്. എന്ത് പറ്റി, എന്താ വീഡിയോ ചെയ്യാത്ത, എവിടെ പോയി, കാണുന്നില്ലല്ലോ. കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ കുറേ വീഡിയോസ് ആയിട്ട് വരുന്ന മെസ്സേജാണ്. കുറേ നാളായല്ലോ കണ്ടിട്ട്, എന്ത് പറ്റി, എവിടെ പോയി, എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് കുറേയധികം മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് വരിക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്നത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വീഡിയോ ചെയ്തിടാമെന്ന്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. അപ്പം നമ്മളെ തിരക്കിയ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാണാതായപ്പോൾ നമ്മൾ എവിടെ പോയി എന്ന് തിരക്കിയ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്തിടാമെന്ന്. അപ്പം നമ്മൾ ഇത്രയും വീഡിയോയ്ക്ക് ഡിലേ വരുന്നതിൻ്റെ കുറച്ച് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുമായിട്ടൊക്കെ ഞാനൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. കാരണം റീസൺ മറ്റൊന്നുമല്ല, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നെ സംബന്ധിച്ചത് എനിക്ക് ഇത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ വീട് അങ്ങനെ മാറി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് വരുന്നത്. നല്ല വോമിറ്റിംഗ് ആണ്, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 മന്തോളം നമ്മുടെ വീഡിയോസ് എല്ലാം 1 മന്ത് കൂടുമ്പോഴേക്കല്ലേ വീഡിയോസ് വരുന്നത്. അതിൻ്റെ റീസൺ തന്നെ ഇതാണ്, നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായാലും ഭയങ്കര ക്ഷീണമായാലും വോമിറ്റിംഗ് ആയാലും മൊത്തത്തിൽ ഒരു ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഹാപ്പി ആയിട്ട് പോകേണ്ട ഒരു ടൈമാണ്, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടിട്ട് ഭയങ്കര ഡൗൺ ആണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്തത്ര വോമിറ്റിങ്ങും കാര്യങ്ങളും. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. കാരണം വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് ഡീഹൈഡ്രേറ്റഡ് ആയി 3-4 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കേണ്ടി വന്നു. ബോഡി ഫുള്ള് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റഡ് അല്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ പോയി വരേണ്ടി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോമിറ്റിംഗ് കൊണ്ട് തന്നെയാണ്. വോമിറ്റിംഗ് നിൽക്കാൻ പറ്റാതെ ഒന്നും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ തലയിറങ്ങി വീണ് പോകുന്നതൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് നമ്മുടെ ബിസിനസ്സിലായാലും ഒന്നും അങ്ങോട്ട് എല്ലാം ചെയ്ത് കറക്റ്റ് കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാനോ കൊണ്ടുപോകാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയും ഡിലേ ആയത്. എല്ലാവരും പറഞ്ഞു 3 മന്ത് ആകുമ്പം വോമിറ്റിംഗ് ഒക്കെ കുറയുമെന്ന്. എനിക്ക് 3 മന്ത് ആയിട്ടും കുറഞ്ഞിട്ടില്ല ഗൈസ്, അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത്രയും പീക്ക് ലെവലിൽ ഇല്ല എങ്കിൽ പോലും ഇപ്പോഴും വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ഫുഡും ഒന്നും കഴിക്കാൻ പറ്റൂല, തോനെ വെള്ളം കുടിക്കാൻ പറ്റൂല. ഡോക്ടേഴ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഒക്കെ പറയുന്നുണ്ട് വെള്ളം ഒത്തിരി കുടിക്കണമെന്ന്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഓവറായിട്ട് കുറച്ച് വെള്ളം അധികം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് അകത്ത് വെള്ളം തന്നെ വൊമിറ്റ് ചെയ്ത് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വൊമിറ്റ് ചെയ്ത് പോകും. ഒരു ലിമിറ്റിലേ വെള്ളം കുടിക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ ആഹാരം നമുക്ക് തോനെ ആഹാരം കഴിക്കാൻ പറ്റില്ല, എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറയുന്ന ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത്രയും എന്താ പറയുന്നത്, ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഡിലേ ആവുന്നത്. ഈ വോമിറ്റിംഗ് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ, ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. കാരണം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു ഇഷ്യൂ കൊണ്ട്. ഇപ്പം ഞാൻ പഴയതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ്, പക്ഷെ നല്ല കുറവൊന്നുമില്ല. പഴയത് 3 മന്ത് വരെ ഉണ്ടായിരുന്ന അത്രയും വോമിറ്റിംഗ് ഇല്ല, എന്നാൽ പോലും ഉണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വീഡിയോസ് വരാനായിട്ട് കുറച്ച് ഡിലേ വരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോസ് വരുന്നുണ്ട്. ഐ തിങ്ക് നാളെയോ മറ്റന്നാളോ നമ്മുടെ പുതിയ വീഡിയോ വരും. അടിപൊളി കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം പിന്നെന്താ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കറൻറ്റിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് വീഡിയോ ഡിലേ ആവാനായിട്ടുള്ള കാരണം. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് തിരക്കിയപ്പോൾ ഒരു റീസൺ പറയണം എന്ന് തോന്നി. ഇപ്പോൾ 3 മന്ത് ഒക്കെ കഴിഞ്ഞ് 5 മന്ത് ആവുന്നു. പക്ഷെ
ഓക്കെയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വോമിറ്റിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബെറ്ററാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് കാരണമൊക്കെയാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത്. ഇനി നമുക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. കുറേ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. എല്ലാം നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ പുതിയ വീഡിയോയും വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. നമുക്ക് വൈകിട്ടായിരിക്കും വീഡിയോ വരിക. 6 മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു വീഡിയോ എടുത്ത് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. നമ്മൾ സെയിൽ വീഡിയോ ചെയ്യുന്നത് പോലെ അല്ലല്ലോ അല്ലാതെ വന്നൊരു വീഡിയോ ചെയ്യുക. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് പറഞ്ഞില്ല, 5 മന്തായിട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ മറച്ചു വെച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2 റീസൺസ് ആണ് ഉള്ളത്. സംഭവം ഒന്ന്, ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഒരു പേഴ്സണൽ വീഡിയോ ഇട്ടിട്ടില്ല. എല്ലാം ഇടുന്നത് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ആണ്, സെയിൽ വീഡിയോ റിലേറ്റഡ് ഒക്കെയാണ്. നമ്മുടെ പേഴ്സണൽ വിശേഷങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു റീസൺ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സ്റ്റേജിലായിരുന്നില്ല ഞാൻ. വന്ന് പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കിത് പറഞ്ഞ് വീഡിയോ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഞാൻ. അപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇത്രയും പറയാൻ തന്നെ ഡിലേ ആയത്. ഇനിയിപ്പോൾ എന്നെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ, പ്രഗ്നൻസി റിലേറ്റഡ് അറിയണമെങ്കിലോ, നമ്മുടെ ബിസിനസ് റിലേറ്റഡ് അറിയണമെങ്കിലോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമുക്കൊരു Q&A പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, എന്നാലും സംസാരിക്കാൻ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി, കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. ഞാൻ അതിന് ഒരു Q&A പോലെ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. എന്നെ പറ്റിയോ, ബിസിനസ്സിനെ പറ്റിയോ, പ്രഗ്നൻസിയെ പറ്റിയോ എന്തെങ്കിലും ടിപ്പുകൾ പറഞ്ഞു തരാനുണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലോ എന്തും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ നോക്കിക്കോളാം കേട്ടോ, മെസ്സേജസ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്താ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ സെയിൽ വീഡിയോ വരുന്നുണ്ട്. അതാരും മിസ് ചെയ്യരുത്. കാരണം അടിപൊളി കളക്ഷനാണ്, കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റാണ്. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ വീഡിയോ ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ 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 പ്രോഡക്റ്റ് ആണ് കേട്ടോ. അത് നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ആ വീഡിയോയും. ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.